നമസ്കാരം, മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു പുത്തൻ പ്രഭാതത്തിലേക്കായി വിഷുക്കണി കണ്ട് വിഷു കൈനീട്ടം വാങ്ങി വിഷു സദ്യയും കഴിഞ്ഞിരിക്കുന്ന എല്ലാ മലയാളികൾക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് മറുനാടും മലനാടിൻ്റെയും വിഷു കൈനീട്ടമായ ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നു മണ്ണിനെയും പ്രകൃതിയെയും കൃഷിയെയും സ്നേഹിക്കുന്ന ഒരു മറുനാടൻ മലയാളിയെ. എക്കോ ടോക്കിൽ ശ്രീ അജിത് കുമാർ പരിചയപ്പെടുത്തുന്നു സുധീഷ് എന്ന മറുനാടൻ മലയാളിയെ. എനർജി ഹീറോ എക്കോ ടോക്കിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ശ്രീ സുധീഷ് ഗുരുവായൂരിനെയാണ്. കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ആദ്യത്തെ പ്രവാസ കർഷകനുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ് ശ്രീ സുധീഷ് ഗുരുവായൂർ. ഈ മരുഭൂമിയിലെ ചുട്ടുപഴുക്കുന്ന വേനലിലും കൃഷിയുടെ ഹരിതാപ തീർത്ത വ്യക്തിയാണ് ശ്രീ സുധീഷ് ഗുരുവായൂർ. 1997 ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി ഷാർജയിലെത്തിയ ശ്രീ സുധീഷ് ഒരു ഹോബിയായി തുടങ്ങിയ കൃഷി എല്ലാവരുടെയും മനം കുളിർക്കുന്ന രീതിയിൽ ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ്. നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി. ശ്രീ സുധീഷ് ഗുരുവായൂരിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു സർ. സുധീഷ് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. പക്ഷേ എങ്ങനെ കൃഷിയിലേക്ക് ഉള്ള താല്പര്യം വരികയും ഈ മരുഭൂമിയിൽ കൃഷി ചെയ്യാം എന്നുള്ള ഒരു ആശയം സുധീഷിന് വരുന്നത് എങ്ങനെയാണ്? 97 വന്നു. പക്ഷേ 2000 കുടുംബം വരുന്നത്. കുടുംബം വന്നതിന് ശേഷം ഞാൻ കൃഷി ചെയ്യുന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഇതിലോട്ട് വന്നത്. ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. അപ്പോൾ അതൊരു ബാൽക്കണിയിലായിരുന്നു. എൻ്റെ കൃഷിയുടെ താല്പര്യം കണ്ടിട്ട് ഇവിടുത്തെ ഒരു സ്വദേശിയാണ് എനിക്ക് ഷാർജ എയർപോർട്ടിൻ്റെ അടുത്ത് അവിടെ എനിക്ക് ഒരു ഏക്കറോളം വരുന്ന ഒരു സ്ഥലം അവർ സൗജന്യമായിട്ട് നടത്താനായിട്ട് തന്നിരിക്കുകയാണ്. അവിടെയാണ് എൻ്റെ കൃഷികളിൽ പരീക്ഷണങ്ങളൊക്കെ ഇപ്പോൾ ഒട്ടുമിക്ക നടക്കുന്നത്. എത്ര ടൈപ്പ് കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട്? കളി, വഴുതനങ്ങ, പച്ചമുളക്, വെണ്ടയ്ക്ക, കോവയ്ക്ക, വെള്ളരി, മത്തങ്ങ, അങ്ങനെ ഒരുവിധം ബ്രക്കോളി ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്. വിൻ്ററിലും എല്ലാ കാലാവസ്ഥയിലും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഒരുപാട് അവാർഡുകൾ കൃഷിയെ സംബന്ധിച്ചും അല്ലാതെയും എനിക്ക് 5 വേൾഡ് റെക്കോർഡുണ്ട്. അത് ആദ്യത്തെ റെക്കോർഡ് തന്നെ നമ്മുടെ വെണ്ടയിലാണ്. അത് 17 ഇഞ്ച് വലിപ്പമുള്ള ഒരു വെണ്ടയ്ക്ക ഉണ്ടായുള്ള റെക്കോർഡാണത്. അതിനുശേഷം 1.5 ഇഞ്ചിൻ്റെ വെണ്ട ചെടിയിൽ ഒരു 4.5 ഇഞ്ചിൻ്റെ വെണ്ടയ്ക്ക ഉണ്ട്. വെണ്ട ചെടിയാണ്, പ്ലാന്റിന്. അതെ, 3 റെക്കോർഡ് ഒരുമിച്ച് ചെയ്തിരുന്നു അതിന്. അത് ഒരു ബുർജ് ഖലീഫ് കൃഷിയിൽ നിന്ന് ഒട്ടും മാറി നിന്നിട്ട് ഒരു ടിന്ന് കൊണ്ട് ഒരു ബുർജ് ഖലീഫ് ഉണ്ടാക്കി ഒരുപാട് ടിന്ന് കളക്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അതെ. പിന്നെ ശ്രീ ഉമ്മൻചാണ്ടി വന്ന് നേരിട്ട് അവാർഡ് എനിക്ക് അങ്ങനെ കണ്ടിട്ട് ഇവിടെ വന്നതിന് ശേഷം ആള് അറിഞ്ഞു ഇങ്ങനെ കൃഷിയുടെ കണ്ടിട്ട്. കേരളത്തിന് പുറത്തുള്ള ആളുകൾ പ്രവാസിയായിട്ടുള്ള ആദ്യ അവാർഡ് എനിക്കാണ് കിട്ടിയത്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ദൈവം സഹായിച്ച അങ്ങനെ ഈ ഒട്ടുമിക്ക സംഘടനകളും ദുബായ് കോൺസുൽ ജനറൽ 3-4 അവാർഡ് തന്നിരുന്നു. അതുപോലെ ഷാർജ ഗവൺമെൻറ് ഒരു അവാർഡ് കിട്ടിയിരുന്നു. അത് നെൽകൃഷി ചെയ്തിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം. ഇവിടുത്തെ ഒരു പരീക്ഷണമായിരുന്നു ഇത്രയും ചൂടത്ത് നടക്കുമെന്നുള്ളത്. പക്ഷെ അത് വിജയിച്ചു തന്നെ പറയാം. ജൂൺ ജൂലൈ നല്ല ചൂടാണ്. 40-50 ഇടയ്ക്ക് ഡിഗ്രി ചൂടുള്ള സമയമാണ്. നെൽകൃഷി ഒന്നും ബാധിച്ചിട്ടില്ല. ഇല്ല, ഒന്നും ബാധിച്ചിട്ടുണ്ടായില്ല. കുഴപ്പമുണ്ടായില്ല. നല്ല വിളവായിരുന്നു കിട്ടിയത്. ആ ഉള്ള സ്ഥലത്ത് ചെയ്തതിന് അതിനനുസരിച്ച് വിളവ് കിട്ടി. കടുക് കൃഷിയിലേക്ക് സുധീഷ് തിരിഞ്ഞെന്ന് പറയണ്ടായി. ഒട്ടുമിക്ക പച്ചക്കറികൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന്നൊരു വിപുലമായിട്ട് നമ്മുടെ നാട്ടിലെ പഞ്ചാബ്, അതുപോലെ ഹരിയാന, അവിടെയാണ് കൂടുതൽ കടുകൾ വിപണി ശരിക്കും അവർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് കടുക് ഇവിടെ ആരും ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വിപുലമായിട്ടൊരു രീതിയിൽ ഞാൻ ഒരു പരീക്ഷണം ചെയ്യാൻ പോവാണ്. ഇപ്പോൾ വീട്ടിൽ ഓൾമോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ അതിൻ്റെ ഒരു വിജയം കണ്ടു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ഏക്കറിൽ കടുക് കൃഷി ആരംഭിക്കാൻ പോവാണ് ഷാർജയിൽ. ഇതെല്ലാം കടുകാണ്, എല്ലാം കടുകാണ്. അപ്പോൾ അതെ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു വർഷത്തേക്കുള്ള കടുക് നമുക്ക് ഇന്ന് കിട്ടും. 2 മാസത്തെ ഒരു വെക്കേഷൻ ക്യാമ്പയിൻ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തിരുന്നു കൃഷി.
അത് എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയാറുണ്ട്, ഞാൻ വലിയൊരു കർഷകനല്ല. എപ്പോഴും ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികൾ ഈ പുതിയ തലമുറയിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇത് ഞാനിപ്പോൾ എടുത്തിരുന്നു. അത് 2 മാസത്തോളം അതിൻ്റെ ക്യാമ്പയിൻ ഇവിടെ വീട്ടിൽ ചെയ്യുന്നത്. അവർ തന്നെ വിത്തിട്ട് അവർ തന്നെ അതിനെ എങ്ങനെയാണ് ജൈവ കീടനാശിനികൾ ഉണ്ടാക്കുന്ന രീതികൾ അങ്ങനെ എല്ലാം അവർ തന്നെ പഠിപ്പിക്കുകയായിരുന്നു. അവരെ കൊണ്ട് തന്നെ ഉണ്ടായിപ്പിക്കുകയായിരുന്നു, എല്ലാവരെ കൊണ്ട് തന്നെ ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ നല്ലൊരു വിജയമായിരുന്നു. ആരും ചെയ്യാത്തൊരു സംഭവം പുതിയ എനിക്ക് തോന്നി. കാരണം നമുക്ക് പറയുക വലിയ കർഷകനല്ല, അറിവുള്ള ആളല്ലെങ്കിലും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള അതെ നമ്മൾക്കുള്ള അറിവുകൾ പുതിയ തലമുറ അറിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. അത് ഞാൻ പൂർത്തിയാക്കിയെന്ന്. അപ്പോൾ കേരളമായിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? കേരള ഗവൺമെൻറ്റും വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുധീഷിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ കേരളത്തിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാറുണ്ടോ? വിത്തുകൾ, നമ്മളെ നാടൻ വിത്തുകൾ, നമ്മുടെ മണ്ണുത്തി കാർഷിക വെള്ളാനിക്കരയിലുള്ള കാർഷിക സർവകലാശാല അവർ നല്ല സപ്പോർട്ട്, അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് നല്ല നാടൻ വിത്തുകൾ കിട്ടാറുണ്ട്. പിന്നെ ഇപ്പോൾ അതുകൂടാതെ ഇപ്പോൾ വാഴ, ഇപ്പോൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവർക്ക് പിന്നെ വിളിക്കുമ്പോൾ അവർക്ക് വേണ്ട പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ. അതിൽ ചിലപ്പോൾ വാഴ പെടാറുണ്ട്. അപ്പോൾ വാഴകൾ 1000 വാഴ അങ്ങനെ നടന്നിപ്പോൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ ജനറൽ ഈ ഇടയായിട്ട് കുറച്ച് താല്പര്യം കൃഷിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുധീഷ് ഈ ഇത്രയും അഡ്വൈസ് ആയിട്ടുള്ള ഇപ്പോൾ ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വളരെ മോശമായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും സുധീഷ് ഇതിലേക്ക് ഇറങ്ങി. എന്തുകൊണ്ടാണ് നാട്ടിലെ ആൾക്കാർ ഇത്ര താല്പര്യം കൃഷി, എന്നിട്ട് അവർ വിഷമുള്ള പച്ചക്കറികളാണ് കഴിക്കുന്നത്? നമ്മുടെ നാട്ടിൽ കൃഷി എല്ലാവരും വീട്ടിലുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യ സാധനങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പച്ചമുളക്, തക്കാളി, വഴുതനങ്ങ ഒക്കെ അവരെല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും. പക്ഷേ അവർ വീട്ടിലേക്ക് ആവശ്യത്തിൽ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ എല്ലാ സാധനമുള്ള ഇതിനനുസരിച്ച് ഒരു കുറച്ചുകൂടി വിപുലമായിട്ട് പച്ചമുളക് കുറച്ച് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് പച്ചമുളക് വാങ്ങേണ്ടി വരില്ല. അതിന് ഈ വീട്ടിലേക്ക് നിത്യം ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ് പച്ചക്കറികൾ സെലക്ട് ചെയ്തിട്ട് അത് കുറച്ച് വിപണി കൂട്ടുക, അത് ഒരു വിപുലമായിട്ട് ചെയ്യുക. അപ്പോൾ ആ 5 ഐറ്റംസ് ആണെങ്കിലും 5 ഐറ്റംസ് പുറത്ത് വാങ്ങേണ്ടി വരില്ല. പക്ഷേ അതല്ല അവർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ. ഒരു മുഖ്യ ആളുകൾ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ കൃഷിയുണ്ട്, പക്ഷേ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നുണ്ട് ഇവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാൻ പറയാറുണ്ട്, ഒരു പച്ചമുളക്, തക്കാളി, വഴുതന അങ്ങനെ നിത്യം വരുന്ന സാധനങ്ങൾ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട്. അപ്പോൾ ഒരു തക്കാളി ആണെങ്കിൽ മിനിമം ഒരു എത്ര ചെടി? ഇപ്പോൾ മിനിമം ഒരു പോട്ടിലാണെങ്കിൽ നാട്ടിൽ ചട്ടിയുടെ ആവശ്യമില്ല. എനിക്ക് 10 പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ടൊരു വീട്ടിലിടും. അതേപോലെ പച്ചമുളക് സുഖമായിട്ട് വീട്ടിലേക്ക് കിട്ടും. അത് പിന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല. ഈയിടെയായിട്ടുള്ള ഒരു ഗവേഷണത്തിൻ്റെ ഒരു ഫലം വന്നത് കേരളത്തിൽ ക്യാൻസർ പേഷ്യൻസ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ശരിയാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഈ വിഷം അടിച്ചുള്ള പച്ചക്കറി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടുള്ള കാര്യം. സുധീഷ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ പ്രവാസ ലോകത്ത് ചെയ്യാമെങ്കിൽ കേരളത്തിൽ ഓരോ വീട്ടിലും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പ്രായമായ ആൾക്കാരാണ് കൂടുതലുള്ളത്. അവർക്കൊക്കെ കുറച്ച് സമയം ഇതിനുവേണ്ടി ചെലവഴിച്ചാൽ വീട്ടിലേക്കുള്ള പച്ചക്കറി വളരെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ പണ്ടാണെങ്കിൽ കൂട്ടുകുടുംബമായിരുന്നു. ഇപ്പോഴത്തെ ഈ ജനറേഷൻ കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറിയിട്ട് ഒരു അച്ഛനോ അമ്മയോ 2 കുട്ടികളോ അങ്ങനെയുണ്ട്. അവർക്ക് സുഖമായിട്ട് പുറത്തുനിന്ന് വാങ്ങാണ്ട് തീർച്ചയായിട്ടും പറ്റും. പക്ഷേ അത് ആരും ശ്രമിക്കുന്നില്ല എന്നാണ്. സുധീഷിൻ്റെ ഇപ്പോൾ കുടുംബത്തെ പറ്റി പറയാൻ അവർ ഏറ്റവും ഭാഗ്യം ചെയ്തവരാണ്. ഭാര്യയും മക്കളും അവർക്ക് ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ വളരാനും. ഭാര്യ ഇവിടെ ജോലി ചെയ്യാണ്. വൈഫ് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ലാബ് ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യണം. രാഖി സുധീഷ്, മോൻ ശ്രേയസ്, മോള് ശ്രദ്ധ. മോൻ 7th പഠിക്കുന്നു, മോള് 3rd. അപ്പോൾ അവരാണ് ഇപ്പോൾ ഇവിടുത്തെ കൃഷി നോക്കുന്നത്. വീട്ടിലെ കൃഷികൾ അവരിവിടെ ഉണ്ട്. കാരണം അവരാണ് സത്യം പറഞ്ഞാൽ, ഞാൻ ഈ പുറത്ത് കുറേ വർക്കുകളുണ്ട്, തോട്ടങ്ങൾ കുറേ ഉണ്ടാക്കാൻ പോകണതുകൊണ്ട് അവർ ഇപ്പോൾ ഇവിടെ നനയാൻ അവർ വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ഇടയ്ക്ക് കൃഷി സ്ഥലത്ത് വരും, പച്ചക്കറി വാങ്ങിക്കാനും വരും. ശരി. ഇങ്ങനെ ഒരു ഏഷ്യാനെറ്റ് പ്ലസ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്, എന്നെ ക്ഷണിച്ചതിന്, ഇങ്ങനെ നിങ്ങളൊരു ഭാഗമാക്കാൻ കഴിഞ്ഞാൽ എന്നെ ക്ഷണിച്ച് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. മണ്ണിനെയും മലയാള നാട്ടിനെയും സ്നേഹിക്കുന്ന എത്രയോ മലയാളികൾ മറുനാട്ടിൽ. അവരെ കാണാം, കേൾക്കാം. ഒരു വിഷുക്കണി പോലെ. ശുഭരാത്രി.